സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളിലേക്ക് ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ വിതരണം ചെയ്ത കമ്പനികൾക്ക് നൽകാനുള്ള തുകയിൽ വൻ കുടിശ്ശിക വരുത്തി സംസ്ഥാന സർക്കാർ. ആകെ നൽകേണ്ട 159 കോടി രൂപയിൽ ഇതുവരെ 40 കോടി മാത്രമാണ് നൽകിയത്. ബാക്കി തുക ഉടനടി നൽകുമെന്നാണ് പറയുന്നത്. മുഴുവൻ തുകയും ലഭിക്കാത്തതിനാൽ വിതരണക്കാർ വലിയ പ്രതിസന്ധിയിലാണ്. വിവരങ്ങളുമായി ശ്രീനന്ദ SP ഒപ്പം ചേരും. ശ്രീനന്ദ, ഈ വാർത്ത ഒരു തുടർച്ചയാണ്. മരുന്ന് കിട്ടാനില്ല, പിന്നെ സൂചിയും പഞ്ഞിയും പോലും പല ആശുപത്രികളിലും ഇല്ല എന്ന വാർത്തകളൊക്കെ തുടരെ വന്നിരുന്നതാണ്. നോക്കൂ, ഇവിടെ ഈ മരുന്ന്, ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ വിതരണം ചെയ്ത കമ്പനികളെ അപ്പാടെ അവഗണിക്കുകയാണ്. അവർക്ക് കൊടുക്കാനുള്ളതിൻ്റെ പാതി തുക പോലും കൊടുക്കാതെ ഇനിയും അവർ ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ എത്തിക്കണമല്ലോ. അപ്പോൾ സ്വാഭാവികമായും ഇങ്ങനെ പണം മുടങ്ങുന്നതിലൂടെ ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ എത്തിക്കുന്നതിൽ കാലതാമസം ഉണ്ടാകും. അത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നത് പാവപ്പെട്ട സാധാരണക്കാരായ മെഡിക്കൽ കോളേജുകളിലെ ചികിത്സയെ ആശ്രയിക്കുന്ന സാധാരണ രോഗികളെയാണ്. തീർച്ചയായിട്ടും കൃഷ്ണരാജ്, 159 കോടി രൂപയാണ് ശസ്ത്രക്രിയ ഉപകരണങ്ങളുടെ പേരിൽ സർക്കാർ നമുക്ക് മെഡിക്കൽ കോളേജുകളിലെ വിതരണക്കാർക്ക് നൽകാനുള്ളത്. ഈ തുകയിൽ വെറും 40 കോടി രൂപയാണ് സർക്കാർ നൽകിയിട്ടുള്ളത്. കഴിഞ്ഞ മാസം നിരവധി തവണ ഈ വിതരണക്കാർ മെഡിക്കൽ കോളേജിലെത്തുകയും അവിടുത്തെ സൂപ്രണ്ടിനോട് സംസാരിക്കുകയും അവിടെ ഒരു പ്രശ്നമുണ്ടാക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ യാതൊരുവിധ നടപടിയും സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിരുന്നില്ല. അന്ന് 4 മെഡിക്കൽ കോളേജുകൾ കേന്ദ്രീകരിച്ചാണ് വിതരണക്കാർ ഈ ഒരു പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കണമെന്ന് ആരോഗ്യമന്ത്രിയോടും സൂപ്രണ്ടിനോടും ഒക്കെ പറഞ്ഞത്. തിരുവനന്തപുരം, കോട്ടയം കോഴിക്കോട് അടക്കമുള്ള മെഡിക്കൽ കോളേജുകൾ ഈ നിരവധി പ്രശ്നങ്ങളൊക്കെ തന്നെ ഉന്നയിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. എന്നാലും ആ ഒരു പ്രശ്നത്തിന് തൽക്കാല പരിഹാരം 10 ദിവസത്തിനകം കുടിശ്ശിക നൽകാം, അല്ലെങ്കിൽ ഉടൻ തന്നെ കുടിശ്ശിക നൽകാം എന്നുള്ളൊരു തീരുമാനത്തിലേക്കാണ് ആരോഗ്യവകുപ്പും അതുപോലെ തന്നെ സൂപ്രണ്ടും ഒക്കെ തന്നെ പറഞ്ഞത്. പക്ഷേ ഇതുവരെ അതിൽ യാതൊരുവിധ നീക്കുപോക്കുകളും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വാസ്തവകരമായ കാര്യം. സാധാരണ ജനങ്ങളാണ് ഈ ശസ്ത്രക്രിയ ഇത്രയും വൈകുമ്പോൾ വളരെയധികം ബുദ്ധിമുട്ടിലാകുന്നതെന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. നമ്മൾ നോക്കേണ്ട ഒരു സാഹചര്യം കൂടെയാണ് ഇതിൽ 40 കോടി രൂപ എന്ന് പറയുന്നത് വിതരണക്കാർക്ക് ഒരു തുകയുമല്ല. അത് ഒന്നും തന്നെ അവർക്ക് എവിടെയും എന്തിനും വേണ്ടി എത്തിക്കാൻ ഒരു സാധിക്കാത്ത ഒരു തുകയാണ്. അവർ കഴിഞ്ഞ മാസം പറയുകയുണ്ടായി, 10 ദിവസത്തിനകം കുടിശ്ശിക നൽകി തീർത്തില്ല എന്നുണ്ടെങ്കിൽ ഈ ഉപകരണങ്ങളെല്ലാം തന്നെ എടുത്തുകൊണ്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഉപകരണങ്ങൾ എടുത്തുകൊണ്ട് പോകാനുള്ള ഒരു സാഹചര്യം അവർ സൃഷ്ടിക്കുകയും ചെയ്തതാണ്. പക്ഷേ അത് ചെയ്യാതെ അവർ 10 ദിവസത്തെ ഒരു അവധി നൽകിയ ശേഷം മടങ്ങുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും ഇതേ അവസ്ഥയാണ്. അന്ന് നവംബറിലാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. അന്നും ഇതേ സാഹചര്യമാണ് എല്ലാ മെഡിക്കൽ കോളേജുകളും ഉണ്ടായിരുന്നത്. 159 കോടി രൂപ എന്ന് പറയുന്നത് വളരെ വലിയൊരു തുകയാണ്. ഒരു വർഷത്തോളമായി ഇത്രയും തുക കടം ഇട്ട് വിതരണക്കാർക്ക് നൽകാനുള്ള ആരോഗ്യവകുപ്പ് എന്തുകൊണ്ടാണ് ഈ ഒരു അനാസ്ഥ തുടരുന്നത്? തങ്ങളും ജീവിക്കാനുള്ള ആൾക്കാരല്ലേ എന്നൊരു കാര്യമാണ് അവർ അന്ന് ഈ ഒരു മെഡിക്കൽ കോളേജുകളിൽ നിന്ന് ഇറങ്ങിയ ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയുണ്ടായത്. എന്തായാലും ഈ 40 കോടി രൂപ എന്ന് പറയുന്നത് എങ്ങും എത്താത്ത തുകയാണ്. അത് നൽകിയെന്ന് കരുതി വിതരണക്കാർക്ക് വീണ്ടും ഉപകരണങ്ങൾ നൽകാൻ കഴിയില്ല എന്നുള്ളതാണ് അവർ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. കൃഷ്ണരാജ്, ശരി. ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ വിതരണം ചെയ്ത കമ്പനികൾക്ക് വലിയ തുക നൽകാനിരിക്കുന്നു ആരോഗ്യവകുപ്പ്. സർക്കാർ 159 കോടി കൊടുക്കാനുള്ളത് 40 കോടി മാത്രമാണ് കൊടുത്തത്. ഇനി 119 കോടി കൊടുക്കണം. അതായത് 1/3 തികച്ചു കൊടുത്തിട്ടില്ല ഇതുവരെ. അത് ഒരുപക്ഷെ ഈ ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ എത്തിക്കുന്ന കമ്പനികൾക്ക് തിരിച്ചടിയാകുന്നത് വീണ്ടും അവർക്ക് ഉപകരണങ്ങൾ എത്തിക്കാൻ കഴിയില്ല എന്ന സമയം വരുമ്പോഴാണ്. അത് രോഗികളെ ഒരുപാട് സാരമായി ബാധിക്കാൻ സാധ്യതയുണ്ട്. ആരോഗ്യവകുപ്പ് നമ്പർ 1 എന്നൊക്കെ പറയുന്നവർ ഈ വാർത്തകളൊക്കെ കേൾക്കുമ്പോൾ ആരോഗ്യവകുപ്പ് നമ്പർ 1 എന്ന് തോന്നിപ്പോകുന്ന അവസ്ഥയാണ് ഉള്ളത്. വിവരങ്ങൾ നൽകുകയായിരുന്നു SP ശ്രീനന്ദ.